കേരളത്തിലെ BJP നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ വലിയ പടയൊരുക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വോട്ട് വിഹിതം കുറഞ്ഞതാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം തിരിയാൻ കാരണമെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കേരളത്തിലെ BJP നേതൃത്വത്തിൽ ബിസിനസ്സുകാരല്ല, തനി രാഷ്ട്രീയക്കാരാണ് വേണ്ടതെന്ന വലിയ ആരോപണവും വലിയ ആക്ഷേപവും പാർട്ടിയുടെ വിവിധ വേദികളിൽ ഉയരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒറ്റ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് 4.69% വോട്ടാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% തൊട്ടടുത്തുണ്ടായിരുന്ന പാർട്ടി വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14% ചില്ലറയിലും ഒതുങ്ങേണ്ടി വന്നു. 25% വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് BJP പറഞ്ഞെടുത്താണ് BJPയുടെ വോട്ട് 4.5% മുതൽ 5% വരെ സംസ്ഥാനത്ത് കുറഞ്ഞത്. കയ്യിലുണ്ടായിരുന്ന 2 മുനിസിപ്പാലിറ്റികൾ, ആ മുനിസിപ്പാലിറ്റികൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. അതിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് ഭരണം കയ്യാലപ്പുറത്തിരിക്കുന്ന അവസ്ഥയായി. പന്തളം മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു. കേരളത്തിൽ പേരിന് കുറച്ച് പഞ്ചായത്തുകൾ വിജയിച്ചു എന്നതിനപ്പുറത്തേക്ക് 5% വോട്ട് എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ പർവ്വതീകരിച്ച് കാണിക്കുന്നത് BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങളുടെ മാസ്മരികതയിൽ മറ്റെല്ലാം തന്നെ മറച്ചു വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ക്രമാനുഗതമായി കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ 10-15 വർഷക്കാലമായി കേരളത്തിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വന്നിരുന്നു. 13% നിന്ന് 16%, 16% നിന്ന് 18%, 18 നിന്ന് 20%. ഇതായിരുന്നു BJPയുടെ ക്രമാനുഗതമായ വോട്ട് വളർച്ച. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി K. സുരേന്ദ്രൻ അവസാനമായി നേരിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് BJP 20%-ത്തിലടുത്ത് 19.79%-ത്തിനടുത്തേക്ക് തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിച്ചത്. ആ വോട്ടിംഗ് നേട്ടം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 22-ലേക്ക് വർദ്ധിപ്പിക്കാമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25-27-ലേക്കോ ഉയർത്താമെന്നുമായിരുന്നു BJPയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൻ്റെയൊക്കെ കണക്ക് കൂട്ടൽ. എന്നാൽ കണക്ക് കൂട്ടൽ പാടെ പാളിപ്പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. കേരളത്തിൽ കോൺഗ്രസിനോ CPM-നോ ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും അവരുടെ വോട്ടുകളിൽ ഉണ്ടായിട്ടില്ല. വളരെ നേരിയ തരത്തിലുള്ള ഒരു വോട്ട് ചോർച്ച മാത്രമാണ് CPM-ന് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിനാകട്ടെ അതുപോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ BJPക്ക് മാത്രം ഇത്രയും വലിയ വോട്ട് ചോർച്ച എങ്ങനെ ഉണ്ടായി? തങ്ങളുടെ വോട്ടിൽ നിന്ന് 5%-ഓളം വോട്ടുകൾ എവിടെ പോയി? ഈ ചോദ്യത്തിന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതായത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്ന്, ഒരു കേഡർ പാർട്ടിയുടെ രീതിയിൽ പ്രവർത്തിച്ച പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് തലത്തിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മാറിയപ്പോൾ ആളുകളൊക്കെ ഉണ്ടായി, അതിന് PR വർക്കുണ്ടായി, PR ഏജൻസികൾ ഒരുപാടുണ്ടായി. എന്നാൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം മന്ദീഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരിലേക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ കൃത്യമായ നിലപാടുകളും കൃത്യമായ അവരുടെ ആവശ്യങ്ങളും എത്തുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നോട്ടം, സംസ്ഥാന നേതൃത്വത്തിൻ്റെ മാത്രമല്ല ജില്ലാ നേതൃത്വത്തിൻ്റെ നോട്ടവും കൃത്യമായ ഇടപെടലും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് കൃത്യമായി എത്തുന്നില്ല. അതായത് പാർട്ടിയുടെ ആ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ചലനാത്മകത അതെവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ പുതിയ പാർട്ടി നേതൃത്വം, സംസ്ഥാന നേതൃത്വം എത്തിയതിനു ശേഷമുള്ള നമ്മുടെ കണക്ക് കൂട്ടലുകൾ. രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പണമിറക്കി പാർട്ടിയെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ മറുപടികൾ പിണറായി വിജയനും അല്ലെങ്കിൽ VD സതീശനും നൽകുന്നുണ്ട്. എന്നാൽ പാർട്ടിയെ ഒരു ക്രൗഡ് പുള്ളറായിട്ട്, എന്നാൽ പാർട്ടിയെ നയിക്കാൻ ഒരു ക്രൗഡ് പുള്ളർ പോലെയുള്ള ഒരു നേതാവായി മാറാൻ രാജീവ് ചന്ദ്രശേഖറിന് എത്ര കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ ആവേശഭരിതരാക്കാൻ, ജനങ്ങളെ പാർട്ടിയുടെ കൊടിയുടെ കീഴിൽ അണിനിരത്താൻ, കോൺഗ്രസിനെതിരെയും CPM-നെതിരെയും തെരുവുകളിൽ സമരം നടത്താൻ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ തീരുമാനത്തിനെതിരെ ഒരു പ്രക്ഷോഭം നടത്താൻ, എന്തിനേറെ പറയുന്നു
സ്വർണ്ണക്കൊള്ളയിൽ തന്നെ കേരളത്തെ പിടിച്ചു ഉലച്ച ഒരു സമരം നടത്താൻ എന്തുകൊണ്ട് BJP നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ നേതൃമാറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് യുവതീ പ്രവേശനവും അതുപോലെ ശബരിമലയിലെ ആചാര ലംഘനവും നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ കേരളത്തിൻ്റെ തെരുവുകൾ എത്രത്തോളം സമരോന്മുഖമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങോളം ഇങ്ങോളം ഓടി കേരളത്തിലെ ജനവിഭാഗത്തെ, ഹിന്ദു സമൂഹത്തെ ഏറ്റവും വലിയ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ, സമരത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് പടനയിച്ച കെ സുരേന്ദ്രനെ നമ്മൾ ഓർമ്മിക്കണം. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു മഹിമ നമ്മളിപ്പോൾ മനസ്സിലാക്കണം. അത്തരത്തിലൊരു സമരം നടത്താൻ എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ള CPM ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഈ ഭരണകൂടം പ്രതിരോധത്തിലായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് CPM-നെയും ഈ സർക്കാരിനെയും പിണറായി വിജയനെയും പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു സമരം നടത്താൻ കേരളത്തിലെ BJP കഴിഞ്ഞില്ല? തെരുവുകളെ എന്തുകൊണ്ട് വലിയ 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 തീക്ഷ്ണമായ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് എടുത്തെറിയാൻ കേരളത്തിലെ BJPക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് ഒരു സമരത്തിൻ്റെ പ്രകമ്പനം സൃഷ്ടിക്കാൻ കേരളത്തിലെ BJPക്ക് കഴിയാത്തത്? മറ്റൊന്നും കൊണ്ടല്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർന്നു വന്ന, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന സമരങ്ങളിലൂടെ, സമരത്തിൻ്റെ തീച്ചുളയിലൂടെ ഉരുകി നേതാവായി പരിണമിച്ച ഒരു നേതൃത്വമല്ല BJPയുടെ ഇന്നത്തെ സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. എല്ലാവരും തന്നെ കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ടവരാണ്, വലിയ രീതിയിൽ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാധാരണക്കാരുടെ പൊളിറ്റിക്സ്, കേരളത്തിലെ സാധാരണക്കാരുടെ രാഷ്ട്രീയം ചിലപ്പോൾ അവർക്ക് വഴങ്ങില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എന്നാൽ ഇത് ആരെയും ചെറുതായി കാണിക്കുന്നതിനോ ആരുടെയും കഴിവ് കുറച്ച് കാണിക്കുന്നതിനുള്ള ഒരു വാർത്തയല്ല, മറിച്ച് കേരളത്തിൽ BJP വളരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ ഒരാശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ 5% വോട്ട്, 4.69% വോട്ട് ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നഷ്ടപ്പെട്ടാൽ BJP എവിടേക്കാണ് പോകുന്നത്? BJPയുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 30 സീറ്റാണ് BJP ലക്ഷ്യം വെക്കുന്നത്. 15% താഴെ വോട്ട് വിഹിതം വെച്ചുകൊണ്ട് കേരളത്തിൽ എവിടെ BJP ഇത്രയും സീറ്റ് പിടിക്കും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ 20% നിന്ന് 5% കൂട്ടി 25% പ്ലസ് വോട്ട് വിഹിതം ഉണ്ടാക്കിയാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയൂ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് തിരിച്ചറിയപ്പെടാതെ പോകുന്നത്? യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അംഗീകരിക്കാതെ പോകുന്നത്? ഈ ചോദ്യമാണ് ഉയർത്തുന്നത്. ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. കേരളത്തിൽ BJPയിൽ ഇപ്പോൾ പഴയ പൊളിറ്റിക്കൽ ടീം ശക്തമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ BJPയുടെ പഴയ പൊളിറ്റിക്കൽ ടീം ശക്തമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ 20% വോട്ടുകൾ നേടി തിളങ്ങി നിന്ന കേരളത്തിലെ പഴയ BJPക്ക് എന്തു പറ്റി? ഇപ്പോൾ എത്ര ശതമാനമാണ് BJPയുടെ വോട്ട് വിഹിതം? വെറും 14.71%. കേരള BJPയിലെ എക്കാലത്തെയും കരുത്തുറ്റ പ്രസിഡന്റായ കെ സുരേന്ദ്രനെയാണ് ഇപ്പോൾ കേരളത്തിലെ BJP പ്രവർത്തകർ ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലങ്ങൾ എത്ര ശക്തമായിരുന്നു പാർട്ടി എന്ന് ഇപ്പോൾ ഓരോ BJPക്കാരനും വിസ്മരിക്കാൻ കഴിയാതെ ഓർത്തെടുക്കുകയാണ്. സത്യമായും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും അഡ്വക്കേറ്റ് സുരേഷും മുന്നിൽ നിന്ന് നയിക്കുന്ന കേരള BJP ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു പരീക്ഷ തോറ്റ രീതിയിലേക്കായിരിക്കുന്നു എന്ന് മുതിർന്ന നേതാക്കളടക്കം പറയുകയാണ്. എങ്ങനെ 20% ഉണ്ടായിരുന്ന കേരളത്തിലെ ജനസമ്മതി 14% കുറഞ്ഞു? മറുപടി പറയേണ്ടത് പുതിയ നേതൃത്വം തന്നെയാണ്. കയ്യിലിരുന്ന 2 മുനിസിപ്പാലിറ്റികൾ നഷ്ടമാവുകയും കയ്യാലപ്പുറത്തേക്ക് പാർട്ടിയുടെ പല പഞ്ചായത്തുകളും പോവുകയും ചെയ്തത് എങ്ങനെയാണ്? ഇതിന് പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25%-ലധികം വോട്ട് നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ കേരളത്തിൽ BJP കാണുന്നതെല്ലാം സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത്.